നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. SFI നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ കാറ് നിർത്തി നടു റോഡിലിറങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തിരുവനന്തപുരം പേട്ട പള്ളിമുക്കിലാണ് അസാധാരണ സംഭവങ്ങൾ നടന്നത്. തനിക്ക് മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്ന് സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ച ഗവർണർ തന്നെ കായികമായി നേരിടാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടെയാണ് SFI ഗുണ്ടകൾ ഇറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും ഇത്തരം നടപടികൾ ഉണ്ടായാൽ അതിനെ അവിടെ ചോദ്യം ചെയ്യാനാണ് ഗവർണറുടെ തീരുമാനം. മുഖ്യമന്ത്രിക്കെതിരെ KSUവും യൂത്ത് കോൺഗ്രസും കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നു. അവരെ കാറുകൊണ്ട് ഇടിച്ചിടാൻ സുരക്ഷാസേന ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലും പൊതുമണ്ഡലത്തിലിറങ്ങി. ഇതിനിടെയാണ് സ്വയം പ്രതിരോധിക്കാൻ കാറ് നിർത്തി ഗവർണർ പുറത്തേക്കിറങ്ങിയത്. രാജ്ഭവൻ മുതൽ എയർപോർട്ട് വരെയുള്ള യാത്രയ്ക്കിടയിൽ 3 SFI പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധമുയർത്തിയത്. പാളയം, ജനറൽ ഹോസ്പിറ്റൽ, പേട്ട എന്നിവിടങ്ങളിലാണ് പ്രതിഷേധമുണ്ടായത്. തന്നെ കൈകാര്യം ചെയ്യുവാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തുന്നുവെന്ന് ഗവർണർ വിമർശിച്ചു. സംസ്ഥാനത്ത് ഗുണ്ടാരാജാണ് നടക്കുന്നത്. തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് ക്രിമിനലുകളാണെന്ന് പറഞ്ഞ അദ്ദേഹം SFI പ്രവർത്തകരെ ബ്ലഡ് ക്രിമിനൽസ് എന്നും വിളിച്ചു. പ്രതിഷേധമുണ്ടാകുന്നിടത്ത് തന്നെ ഗവർണർ പ്രതിഷേധിക്കുന്നത് ആദ്യമായാണ്. സുരക്ഷാ കാരണങ്ങളാൽ ആരും അതിന് മുതിരാറില്ല. എന്നാൽ ഗവർണർ എല്ലാ അമർഷവും അതേ സ്ഥലത്ത് തന്നെ നടത്തി. ഇത് പോലീസിനെ ഞെട്ടിച്ചു. ക്രിമിനലുകൾ വാഹനത്തിന്റെ ചില്ലിൽ വന്നിടിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. 4 വർഷം മുൻപ് കണ്ണൂരിൽ വെച്ചും ആക്രമിക്കുവാൻ ശ്രമം നടന്നു. ഗുണ്ടകൾ തിരുവനന്തപുരം നഗരം ഭരിക്കാൻ ശ്രമിക്കുന്നു. സമ്മർദ്ദത്തിന് വഴങ്ങാത്തതുകൊണ്ട് തനിക്കെതിരെ ഭീഷണിയാണോ ഇതെന്നും അദ്ദേഹം ചോദിച്ചു. പോലീസിന് പ്രതിഷേധത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ കാറിന് മുന്നിൽ ഇങ്ങനെ വരാനാകുമോ? തലസ്ഥാനത്ത് ഗുണ്ടാഭരണമാണെന്ന് വിമർശിച്ച ഗവർണർ ഇതാണോ തനിക്കുള്ള സുരക്ഷയെന്നും ചോദിച്ചു. സംസ്ഥാന സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന ചോദ്യങ്ങളാണ് നടുറോഡിൽ നിന്ന് ഗവർണർ ചോദിച്ചത്. പ്രതിഷേധക്കാരെ ഭയമില്ലെന്ന സന്ദേശമാണ് നടുറോഡിലേക്ക് ഇറങ്ങിയതിലൂടെ ഗവർണർ നൽകിയത്. തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരായ SFI പ്രതിഷേധത്തിലും സംഘർഷത്തിലും രാജ്ഭവൻ സർക്കാരിനോട് റിപ്പോർട്ട് തേടിയേക്കും. കാറിനുമേൽ പ്രതിഷേധക്കാർ ചാടിവീണ സംഭവത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് ഗവർണർ പരസ്യമായി വിമർശിച്ചിരുന്നു. കേന്ദ്ര സർക്കാരും റിപ്പോർട്ട് ആവശ്യപ്പെട്ടേക്കും. ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ സുരക്ഷാക്കൂട്ടും ഗവർണർക്ക് അകമ്പടിയായി ഡൽഹി പോലീസിന്റെ 2 കമാൻഡോ സംഘത്തെയും ഉൾപ്പെടുത്തും. ഇതിനിടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളടക്കം ചേർത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ADGക്ക് റിപ്പോർട്ട് നൽകാം. ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്നാണ് SFIയുടെ നിലപാട്. ഗവർണർ നടുറോഡിലിറങ്ങി സുരക്ഷാ പ്രശ്നം ഉന്നയിച്ചത് സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് UDFന്റെയും BJPയുടെയും തീരുമാനം. രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള ഗവർണറുടെ യാത്രയ്ക്കിടയിലായിരുന്നു അസാധാരണവും നാടകീയവുമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പോലീസ് സുരക്ഷയോടെയായിരുന്നു ഗവർണറുടെ യാത്ര. 3 ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായി. ആദ്യം പാളയത്ത് SFIക്കാർ ഗവർണറുടെ വാഹനത്തിലിടിച്ചവരെ പ്രതിഷേധിച്ചു. പിന്നീട് ജനറൽ ആശുപത്രി പരിസരത്തും ഒടുവിൽ പേട്ട പോലീസ് സ്റ്റേഷന് സമീപവും പ്രതിഷേധക്കാർ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് പ്രതിഷേധിച്ചു. ഇതോടെ വാഹനം നിർത്തി ഗവർണർ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് നീങ്ങി. പ്രതിഷേധക്കാർക്കും പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ ക്ഷുഭിതനായി ഗവർണർ പ്രതികരിച്ചു. ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങിയതോടെ പ്രതിഷേധക്കാർ ചിതറിയോടി. പോലീസ് 19 പേരെ കസ്റ്റഡിയിലെടുത്തു. ബ്ലഡി ക്രിമിനൽസ്, ഗുണ്ടാ വിളയാട്ടമാണ്. എനിക്കൊരുക്കിയ സുരക്ഷ ഇതാണോ? മുഖ്യമന്ത്രിയുടെ വാഹനത്തിനടുത്തെത്താൻ ഈ പ്രതിഷേധക്കാർക്ക് കഴിയുമോ? ഗവർണർ ചോദിച്ചു. തന്നെ കൈകാര്യം ചെയ്യുവാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തുകയാണെന്നും ക്രമസമാധാനം ഇങ്ങനെ തകർക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി സുരക്ഷാ വീഴ്ചയിൽ അവരോടും കയർത്തു. തിങ്കളാഴ്ച വൈകിട്ട് 7ഓടെ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു ഗവർണർ. ആദ്യം പാളയം യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് മുന്നിൽ ആശാൻ സ്ക്വയറിന് സമീപമായിരുന്നു SFI പ്രവർത്തകർ വാഹനം തടഞ്ഞത്. പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും പോലീസ് വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിരുന്നില്ല. ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്ന മുദ്രാവാക്യമുയർത്തി യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്ത് നിന്ന് 30ഓളം പ്രവർത്തകർ കാറിന് മുന്നിൽ ചാടി കാറിലിടിച്ച് പ്രതിഷേധിക്കുകയും ചുറ്റും കൂടുകയും ചെയ്തു. ഇവരെ പോലീസ് പിടിച്ചുമാറ്റുന്നതിനിടയിൽ ഡ്രൈവർ ഒരുവിധം കാർ മുന്നോട്ടെടുത്തു. പ്രതിഷേധക്കാർ വാഹനവ്യൂഹത്തിന് പിന്നാലെ കുറച്ചു ദൂരം ഓടി. 2 കിലോമീറ്ററിനപ്പുറം പേട്ട പള്ളിമുക്ക് ജംഗ്ഷനിലും പ്രതിഷേധമുണ്ടായി. 12ഓളം പ്രവർത്തകർ അവിടെയും കരിങ്കൊടിയുമായി വാഹനത്തിന് മുന്നിലേക്ക് ഓടിയെത്തി. വാഹനം നിർത്തി ഗവർണർ പുറത്തിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ ചെന്നു. ഇതോടെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ആശങ്കയിലായി ചുറ്റും വളഞ്ഞു. പ്രതിഷേധക്കാർ ഗോ ബാക്ക് വിളിച്ചിട്ടും അദ്ദേഹം പിന്മാറിയില്ല. SFIക്കാരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷമാണ് ഗവർണർ യാത്ര തുടർന്നത്. വിദ്യാർത്ഥികളെ ഇളക്കിവിട്ടത് മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണെന്നും പ്രതിഷേധം മുഖ്യമന്ത്രി അറിഞ്ഞുള്ള ഗൂഢാലോചനയാണെന്നും ഗവർണർ ആരോപിച്ചു. പോലീസ് വാഹനത്തിൽ അക്രമികളെ കൊണ്ടുവന്നുവെന്നും തിരിച്ചു കൊണ്ടുപോയതും പോലീസ് വാഹനത്തിലാണെന്നും ഗവർണർ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ആവർത്തിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗൂഢാലോചനയ്ക്ക് മുഖ്യമന്ത്രി നേതൃത്വം നൽകിയെന്നാണ് ഗവർണർ ആരോപിക്കുന്നത്. ആക്രമികൾക്കെതിരായ ദുർബല വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് ചീഫ് സെക്രട്ടറിയോടും DGPയോടും അറിയിച്ചിട്ടുണ്ടെന്നും ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാറിന് ഷൂ എറിഞ്ഞവർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ ഏതാണെന്നും അദ്ദേഹം ചോദിച്ചു. പോലീസ് വാഹനത്തിലാണ് അക്രമികളെ കൊണ്ടുവന്നതെന്നും തിരിച്ചു കൊണ്ടുപോയതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചു. കേരളത്തിൽ ഭരണഘടനാ പ്രതിസന്ധിയുണ്ടെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞു. അക്രമികളായ വിദ്യാർത്ഥികൾ ക്രിമിനലുകളാണ്. പ്രതിഷേധം മുഖ്യമന്ത്രി അറിഞ്ഞുള്ള ഗൂഢാലോചന. തന്റെ കാറിന്റെ അടുത്ത് വന്ന് പ്രതിഷേധക്കാർ തല്ലി തകർക്കാൻ കഴിഞ്ഞു.
കാറിന് കേടുപാടുകൾ ഉണ്ടായെന്നും ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി ഗവർണർ വിശദീകരിച്ചു. കാറിന്റെ അടുത്തെത്തി തല്ലി തകർക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ പ്രതിഷേധമാകും? കേരളം ഇന്ത്യയിലാണെന്ന കാര്യം മറക്കരുതെന്നും ഗവർണർ വിശദീകരിച്ചു. അതിനിടെ ഗവർണർക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം തുടരുമെന്ന് SFIയും അറിയിച്ചു. വാഹനത്തിൽ തൊടാതെ ജാഗ്രത തുടരുമെന്നും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഗവർണർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് SFIയെ ഞെട്ടിച്ചിരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച 19 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ 11 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി പോലീസ് മേധാവിക്ക് പരാതി നൽകി. BJP നേതാവ് സന്ദീപ് വാജ്പതിയാണ് പരാതി നൽകിയത്. കലാപത്തിന് മന്ത്രി ആഹ്വാനം ചെയ്തുവെന്നാണ് ആരോപണം. ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ച SFIക്കാർക്ക് ഷേക്ക് കൊടുക്കണമെന്ന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവന ഏതൊരു ജനാധിപത്യ വിശ്വാസിയും ഞെട്ടിക്കുന്നതാണ്. കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് റിയാസ് ചെയ്തത്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ഒരാളുടെ വായിൽ നിന്ന് വീഴാൻ പാടില്ലാത്തതാണിത്. 4-ഘട്ട DYFI നേതാവിന്റെ സ്വരത്തിൽ ഒരു മന്ത്രി സംസാരിക്കാൻ പാടില്ല എന്ന് സന്ദീപ് വാജ്പതി അറിയിച്ചു. മന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ലംഘനത്തിനും കലാപ ആഹ്വാനത്തിനും ഗവർണറെ ആക്രമിക്കാൻ പ്രേരണ നൽകിയതിനുമെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുക ചെയ്യുമെന്ന് സന്ദീപ് വാജ്പതി പറഞ്ഞു. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFIയെ പിന്തുണച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരുന്നു. ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് കൊടുത്തത്. കലാലയങ്ങളിലെ കാവ്യവൽക്കരണത്തെ ചെറുക്കുന്ന SFIക്ക് ചെറുപക്ഷം ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ് വേണ്ടതെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. BJPയുടെ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണോ പ്രവർത്തിക്കുക അതിന് ഭംഗിയായാണ് VD സതീശൻ BJPയുടെ രാഷ്ട്രീയം പയറ്റുന്നതെന്നും മുഹമ്മദ് റിയാസ് വിമർശിച്ചിരുന്നു. നന്ദി, നമസ്കാരം.